PV അൻവറുമായി ഇനി ചർച്ചയ്ക്കില്ലെന്ന് UDF നേതൃത്വം. അൻവറിൻ്റെ ആരോപണങ്ങളും വിമർശനങ്ങളും അവഗണിക്കാനും തീരുമാനം. അതിനിടയിൽ അൻവറിന് താൽപ്പര്യമുണ്ടെങ്കിൽ മത്സരിക്കാമെന്ന് തൃണമൂൽ നേതൃത്വം വ്യക്തമാക്കുന്നു. സാമ്പത്തികം ഉൾപ്പെടെയുള്ള സഹായം PV അൻവറിന് നൽകും. KK പ്രശാന്ത് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, അൻവറിൻ്റെ യഥാർത്ഥ ശത്രു VD സതീശൻ മാത്രമാണോ? അങ്ങനെയെങ്കിൽ അൻവർ മത്സരിക്കുന്നില്ല എങ്കിൽ പോലും അൻവർ UDFന് തലവേദന ആകുമോ ഈ തെരഞ്ഞെടുപ്പിൽ? രാജേഷ്, നിലവിലെ സാഹചര്യത്തിൽ അൻവറുമായി ഇനി തുടർ ചർച്ചകൾ വേണ്ട എന്നുള്ളത് തന്നെയാണ് UDFന്റെ തീരുമാനം. അത് കോൺഗ്രസിന്റെ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരമൊരു നിലപാടിലേക്ക് എത്തുന്നത്. അൻവറിന് മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ചിട്ടില്ല എന്ന് K മുരളീധരനും K സുധാകരനും രമേശ് ചെന്നിത്തലയും പറയുമ്പോഴാണ് ഇത്തരത്തിലൊരു നിലപാട് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. സ്ഥാനാർത്ഥിക്കെതിരായ ആരോപണങ്ങൾ പിൻവലിച്ച് തെരഞ്ഞെടുപ്പിൽ സജീവമായാൽ ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം എന്നുള്ള നിലയിലായിരുന്നു. പക്ഷേ ആ തീരുമാനങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് ഇനി UDFിലേക്കില്ല എന്ന നിലയിലേക്ക് തന്നെ അൻവർ തന്നെ നിലപാടെടുത്തിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് UDF നേതൃത്വം ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. തുടർ ചർച്ചകൾ ഇനി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അൻവർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആദ്യ തുടക്കത്തിൽ പറഞ്ഞ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നെങ്കിൽ, പക്ഷേ പിന്നീട് ഒരു തരത്തിലും താൻ ഇനി UDFിലേക്കില്ല എന്ന് അൻവർ ആവർത്തിച്ചു. ഇതിന് പിന്നാലെയാണ് UDF നേതൃത്വം ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് അൻവർ വ്യക്തമാക്കിയത് തനിക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുന്നണികളുമായി ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങാനുള്ള സാമ്പത്തിക അവസ്ഥയിലല്ല താനുള്ളത് എന്നുള്ളതാണ്. കോടികൾ ഇറക്കിയുള്ള പ്രചരണമാണ് UDFും LDFും മണ്ഡലത്തിൽ നടത്താൻ പോകുന്നത്. അതിനോടൊപ്പം നിൽക്കാവുന്ന സാഹചര്യമല്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം സാമ്പത്തികമായുള്ള മുഴുവൻ പിന്തുണയും അൻവറിന് കൊടുക്കാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഡെറിക് ഒബ്രയാൻ അൻവറുമായി PV അൻവറുമായി നേരിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അൻവർ തയ്യാറാണെങ്കിൽ സ്ഥാനാർത്ഥിത്വം ദേശീയ നേതൃത്വം നേരിട്ടെത്തി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് PV അൻവറുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളോ ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ എത്തിയേക്കാമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതായത് UDFിന് കുറെ കൂടി കാര്യങ്ങൾ കടുപ്പമാകും എന്ന് തന്നെയാണ്. മത്സരം കടുക്കുമെന്ന്, അതായത് ഞങ്ങൾ ജയിക്കും പക്ഷേ മത്സരം കടുക്കുമെന്ന് അല്പസമയം മുമ്പ് K സുധാകരൻ പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. സർക്കാർ വിരുദ്ധ വോട്ടുകൾ മറിയുകയാണെങ്കിൽ സ്വാഭാവികമായും പലതരത്തിലുള്ള സാധ്യതകൾ മണ്ഡലത്തിലാകത്തിന് തെളിഞ്ഞു വരുന്നുണ്ട്. ഏതായാലും ഈ ഘട്ടത്തിൽ അൻവർ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു പിന്നോട്ട് പോക്ക് ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം താൻ നിലമ്പൂരിൽ മത്സരിക്കില്ല എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് എന്ന് അൻവർ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അതിന് അൻവർ കാരണം പറഞ്ഞത് സാമ്പത്തിക പ്രശ്നങ്ങളാണ്. ആ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ അൻവർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നിലമ്പൂരിലെ നേതാവ്, മുൻ MLA തന്നെ ഒരുപക്ഷെ വീണ്ടും കളത്തിലിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സജി മഞ്ചക്കടമ്പൻ അടക്കമുള്ള മറ്റു പേരുകൾ കൂടി തൃണമൂലിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നു. ഏതായാലും ഇതിൻ്റെ ഗുണമാർക്ക് കിട്ടും. എം സ്വരാജ് നേരത്തെ പറഞ്ഞ പോലെ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ആർക്ക്, അതായത് അൻവർ കളത്തിലിറങ്ങിയാൽ ഒരു വെല്ലുവിളി ഉണ്ടാകും. ആ വെല്ലുവിളി ആർക്കെതിരെയാണ് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഈ ഘട്ടത്തിൽ അൻവറിൻ്റെ കാര്യത്തിൽ ഇങ്ങനൊരു നിലപാടിലേക്ക് പോകുന്നു. അല്പസമയത്തിനകം തന്നെ LDFിൻ്റെ തെരഞ്ഞെടുപ്പ് റാലി ഇപ്പോൾ ആരംഭിക്കുകയാണ്. സ്ഥാനാർത്ഥി M സ്വരാജുമായി പ്രവർത്തകർ അല്പസമയത്തിനകം നിലമ്പൂർ ടൗണിലേക്ക് എത്തും. വൈകിട്ട് ജെഫ്രി മുത്തുക്കോയ തങ്ങളുമായിട്ടാണ് ആര്യാടൻ ഷൗക്കത്ത് കൂടിക്കാഴ്ച നടത്തുന്നത്. നാളെ LDFിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നിലമ്പൂരുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മുഖ്യമന്ത്രിയാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് നിലമ്പൂർ എത്തി നിൽക്കുന്ന സാഹചര്യമാണ്. അൻവറിൻ്റെ കാര്യത്തിൽ അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് മത്സരത്തിലുണ്ടാകുമെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാകും. ഈ സാഹചര്യത്തിൽ മത്സരരംഗത്തുണ്ടെങ്കിൽ സ്വാഭാവികമായ രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെ നടക്കും. പക്ഷേ ഇല്ല എങ്കിൽ ഇതുവരെയും വ്യക്തമായ ഒരു നിലപാട് PV അൻവർ സ്വീകരിച്ചിട്ടില്ല. നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ വരും മണിക്കൂറിൽ അദ്ദേഹം മാറിയേക്കാം. TMC വേണമെങ്കിൽ സാമ്പത്തിക സഹായം നൽകാം എന്ന കാര്യം ധരിപ്പിക്കുകയുമുണ്ടായി. അങ്ങനെയെങ്കിൽ ഇനി മറിച്ച് ചിന്തിച്ചാൽ മത്സരിച്ചില്ല എങ്കിൽ PV അൻവറിനുണ്ടാകുന്ന അല്ലെങ്കിൽ കയ്യിലുള്ള വോട്ട് എങ്ങോട്ട് മറിയുമെന്നുള്ളതാണ്. അതുതന്നെയല്ലേ UDFും LDFും നോക്കുന്നത്. രാജേഷ്, മത്സരിച്ചില്ലെങ്കിൽ അൻവറിന് മുന്നിൽ ഒരു വാതിലുണ്ട്. ആ വാതിൽ നേരത്തെ K സുധാകരൻ പറഞ്ഞ പോലെ വാതിലുകൾ തങ്ങൾ കൊട്ടി അടച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷേ മത്സരിച്ചാൽ അൻവറിനെ സംബന്ധിച്ച് UDF പ്രവേശനം എന്നത് പൂർണ്ണമായും അടഞ്ഞ അധ്യായമാകും. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് VD സതീശനോടുള്ള ആ എതിർപ്പുകളും VD സതീശൻ നിലപാടുകളും പ്രതിഷേധിച്ച് VD സതീശൻ ചെയർമാനായി ഇരിക്കുന്ന സമയത്ത് താൻ UDFിലേക്ക് ഇല്ല എന്നുള്ളതാണ് അൻവർ പറയുന്നത്.
മാത്രമല്ല അതൊരു താൽക്കാലിക സംവിധാനം ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ആ വാക്കുകൾ കൃത്യമായി അത് തന്നെയാണ് പറഞ്ഞത്. സ്വാഭാവികമായും അങ്ങനെ ഒരു സാഹചര്യത്തിൽ അൻവർ വീണ്ടും മത്സരരംഗത്ത് ഇറങ്ങിയാൽ UDF പൂർണ്ണമായും വാതിൽ കൊട്ടിയടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. അത് അൻവറിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെയാണ് തിരിച്ചടി ഉണ്ടാവുക. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ട് മുന്നണികളെ വെല്ലുവിളിച്ച് അൻവറിന് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നിലമ്പൂരിലുള്ളത്. സ്വാഭാവികമായും അങ്ങനെ വന്നാൽ അൻവറിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ വലിയ തിരിച്ചടിയാവും. മറിച്ചാണെങ്കിൽ അൻവറിന് മറ്റ് മണ്ഡലങ്ങളിൽ സ്വാധീനം ഉയർത്താവുന്ന അവസ്ഥയിലേക്ക്, ഒപ്പം തന്നെ കൂടുതൽ ആളുകളെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഒപ്പം നിർത്താൻ കഴിയും. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏത് മുന്നണിയോട് വേണമെങ്കിലും വിലപേശാവുന്ന അവസ്ഥയിലേക്ക്, അത്തരത്തിൽ ചില സ്വാധീനമുള്ള കേന്ദ്രങ്ങളിലേക്ക് തൃണമൂൽ കോൺഗ്രസിനെ എത്തിക്കാൻ അൻവറിന് കഴിയും. അത്തരത്തിൽ ആ ഒരു നീക്കമായിരിക്കും ഒരുപക്ഷെ അൻവർ ഈ ഘട്ടത്തിൽ നോക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അൻവറിന് മുന്നിൽ UDF വാതിലുകൾ അടച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ അൻവർ അത് അടച്ചിട്ടുണ്ട്. പക്ഷേ മത്സരിക്കാൻ ഇറങ്ങിയാൽ അത് പൂർണ്ണമായും അടക്കുന്ന അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് വളരെ കരുതലോടുകൂടിയായിരിക്കും അൻവർ നീങ്ങുക. ഇനി അർമേനെ സംബന്ധിച്ച് അൻവറുമായി ബന്ധപ്പെട്ടുള്ള വോട്ടുകൾ തന്നെയാണ് മലയോര മേഖലകളിലേക്കുള്ള വോട്ടുകൾ, ഒപ്പം തന്നെ മറ്റ് ന്യൂനപക്ഷ വോട്ടുകൾ. ഇതിലുണ്ടാകുന്ന വിള്ളലായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. മലയോര മേഖലയിലെ വോട്ട് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട നിലവിലെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ സ്വാഭാവികമായും അത് LDFിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. അത് കോൺഗ്രസിന് അനുകൂലമായി ഒരുപക്ഷെ വന്നേക്കാം. ആ വോട്ടുകളിൽ വിള്ളലുണ്ടായാൽ അത് LDFിന് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. അതുകൊണ്ടാണ് സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് മത്സരം കടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. CPMനെ സംബന്ധിച്ച CPMന് തങ്ങളുടെ സ്വന്തമായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയും ഒപ്പം തന്നെ പാർട്ടി വോട്ടുകൾ പൂർണ്ണമായും സമാഹരിക്കാൻ കഴിഞ്ഞാൽ, ഒപ്പം തന്നെ മറ്റു തരത്തിലുള്ള ക്രോഡീകരണങ്ങൾ കൂടി ഉണ്ടായ ഒരുപക്ഷെ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് CPM. കാരണം മാത്രമല്ല ഒരുപക്ഷെ CPM ഈ സ്വരാജിനെ നിർത്തിയത് പോലും അതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം അൻവർ നിന്നാൽ പാർട്ടിയിലെ പല ആളുകൾക്കും അൻവറോട് സോഫ്റ്റ് കോർണർ ഉണ്ട്. മാത്രമല്ല അൻവർ ഉയർത്തുന്ന ചില നിലപാടുകളുണ്ട്. സർക്കാരിനെതിരെ, പിണറായിക്കെതിരെ അടക്കം, പാർട്ടിക്കെതിരെ അടക്കം ഉയർത്തുന്ന ആരോപണങ്ങൾ, ഒപ്പം തന്നെ നിലപാടുകളുണ്ട്. അതിനെ അനുകൂലിക്കുന്ന CPMിലെ ഒരു വിഭാഗമോ അനുഭാവികളോ അൻവറിനൊപ്പം പോയേക്കാം, അല്ലെ അൻവർ നോട്ട് ചെയ്തേക്കാം. അങ്ങനെ ഒരു വോട്ട് ചോർച്ച ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് CPM ഈ ഘട്ടത്തിൽ ഉദ്ദേശിച്ചത്. അതിന്റെ ഭാഗമായി കൂടിയാണ് പാർട്ടി ചിഹ്നത്തിൽ 67 ശേഷം ഒരു സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വരുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നത്.